സേമിയ കൊണ്ട് നല്ല രുചിയിൽ നമുക്കൊരു സേമിയ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നോക്കാം. സേമിയ ഒരു നൂഡിൽസിൻ്റെ മോഡലായതുകൊണ്ട് കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും. കഴിക്കാനും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാകും. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: 1/2 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കൻ കൊണ്ടും നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് കൈ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 300 ഗ്രാം സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്. വറുത്ത സേമിയോ വറുക്കാത്ത സേമിയോ ആയാലും കുഴപ്പമൊന്നുമില്ല. നേരത്തെ സേമിയനേക്കാൾ കൂടുതൽ നല്ലത് കുറച്ചുകൂടി കട്ടിയുള്ള സേമിയാണ്. ഞാനിവിടെ നേരത്തെ സേമിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. സേമിയ വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ ആകെ ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും. കുറച്ചധികം വെള്ളത്തിലേക്ക് പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഓയിൽ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് സേമിയ ചേർത്ത് കൊടുക്കാം. ഒരു പാത്രത്തിൽ മുഴുവനായിട്ട് കൊള്ളുന്നില്ലെങ്കിൽ 2 പാത്രത്തിലായിട്ടും സേമിയ വേവിച്ചെടുക്കാം. സേമിയ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നേരത്തെ സേമിയ ആയതുകൊണ്ട് 2 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി കട്ടിയുള്ളതാണെങ്കിൽ ഒരു 4 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. സേമിയ വെന്ത പാടെ ഒരു അരിപ്പയിലേക്ക് അരിച്ച് മാറ്റാം. അരിച്ചെടുത്ത പാടെ മുകളിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ സേമിയ ഒട്ടും ഒട്ടിപ്പിടിക്കുകയില്ല. ഇതെന്തായാലും ചെയ്തെടുക്കണം. ചിക്കൻ മസാലയ്ക്ക് വേണ്ടി 3 വലിയ സവോള കട്ട് ചെയ്തത്, 2 പച്ചമുളക്, 6 വലിയ വെളുത്തുള്ളി, 2 പീസ് ഇഞ്ചി, 2 മീഡിയം തക്കാളി, 1/2 കൈപ്പിടി മല്ലിയില, അതിൻ്റെ പകുതി പുതിന, ഫ്രൈ ചെയ്ത് ചേർക്കാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. സേമിയ വേവിച്ച് സെയിം പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. 1/4 ഭാഗത്തോളം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിന് 2 എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് എടുത്ത് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അങ്ങനെ 2 പീസ് അങ്ങനെ ചേർക്കുമ്പോൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ആ സെയിം ഓയിലിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് സവോളയും പച്ചമുളകും മസാലയ്ക്ക് വേണ്ട ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുക. സവോള നല്ല സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയിട്ടണം. സേമിയ നേരത്തതായതുകൊണ്ട് സവോള നന്നായി വഴഞ്ഞില്ലെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയില്ല. 5 മിനിറ്റ് കഴിയുമ്പോൾ സവോളയുടെ കളറെല്ലാം ഒന്ന് മാറി വരും. സവോളയെല്ലാം വാടി നല്ല സോഫ്റ്റായി കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ ഒരു കളറായതിനു ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം. 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. തക്കാളിയെല്ലാം നന്നായി വാടി വെന്തുടയുന്നവരെ വഴറ്റിയെടുക്കാം. തക്കാളി ഇപ്പോൾ നന്നായി വാടി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. മല്ലിയിലയും പുതിനയിലയും ചേർക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയത് ചേർക്കാം. അപ്പോൾ നല്ല സ്മെല്ലുണ്ടാവും. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ പീസസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ്റെ പീസസ് എല്ലാം ചേർത്ത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ച സേമിയ ചേർക്കാം. സേമിയ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് കുത്തിയിളകരുത്, ആകെ കുഴഞ്ഞു പോകും. എല്ലാ സൈഡിൽ നിന്നൊന്ന് പതിയെ ഇളക്കി കൊടുക്കുക. സേമിയയുടെ എല്ലാ വശത്തും മസാല എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഓരോ സൈഡിൽ നിന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സേമിയ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വേവ് കൂടിപ്പോകാതെ. വേവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും ചേർത്ത് കൊടുക്കാം.
ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ ചിക്കൻ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. അത് നമ്മൾ അപ്പോൾ തന്നെ അടച്ചു വെക്കരുത്, അപ്പോൾ ആ ചൂടിലിരുന്ന് ഒന്നുകൂടി വെന്ത് പോകും. തണുത്തതിന് ശേഷം അടച്ചു വെക്കാം. ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബിരിയാണി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം പറയാം. വീഡിയോ ഇഷ്ടമായൊരു ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്.